മലയാളത്തിലെ യൂട്യൂബ് ചാനലുകളിൽ ഞാൻ സ്ഥിരമായി വാച്ച് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് പ്രൈം വിറ്റ്നസ് എന്ന ഒരു ചാനൽ. കൂടുതലും കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടും കുറ്റാന്വേഷണങ്ങളെ പറ്റിയിട്ടും മിസ്റ്ററീസ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അതിനകത്ത് വരുന്ന വീഡിയോസ് ഞാൻ വളരെ സശ്രദ്ധം ശ്രദ്ധിക്കാറുണ്ട്. അതില് ശ്രീ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സാറാണ് സാധാരണ ക്രൈം വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാറ്. അദ്ദേഹത്തിന്റെ പല നറേഷൻസും നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം രാവിലെ തന്നെ ബർജർ പെയിന്റിന്റെ പരസ്യം മാതിരി വെള്ള പെയിന്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന് ഈ പെയിന്റ് അടിയുടെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് 1939 കഥയാണ്. ശബരിമലയില് 1939 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് തീകത്തലൊക്കെ ഉണ്ടായത്. ശ്രീ ചിത്തിര തിരുനാൾ ഏറ്റവും ചെറിയ ഷോർട്ട് റൂട്ട് എടുത്തു. അവർ പീരുമേട്ടിൽ നിന്നും മൗണ്ട് എസ്റ്റേറ്റ് ആ വഴി നടന്നാണ് ശബരിമലയിട്ട് പോയത്. അമ്മ മഹാറാണിയെ ഒരു ഡോളിയിൽ ഏറ്റവും മുമ്പിൽ നടത്തി. അതിൻ്റെ പിന്നിലെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പോയി. അതിൻ്റെ പിന്നിലെ ഉത്രാടം തിരുനാൾ മഹാരാജാവ് സഞ്ചരിച്ചു. സർ CP കൂടെയുണ്ട്. മൗണ്ട് എസ്റ്റേറ്റിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ വഴിയരികെ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് 1-2 സ്ഥലത്ത് പുല്ലുപേര സൃഷ്ടിച്ചു. അവിടെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ കാനർ റോഡെല്ലാം ഇവർ നടപ്പാതയെല്ലാം വെടുപ്പാക്കി വൃത്തിയാക്കിയിട്ടാണ് മഹാരാജാവ് 1939 അങ്ങോട്ട് എഴുതിയത്. അതിനുശേഷം ഉത്രാടം തിരുനാൾ ഇവരുടെ ഒപ്പം ശബരിമലയെല്ലാം കണ്ടപ്പോൾ അന്ന് ശബരിമലയിലെ ഇന്നത്തെ പോലെയുള്ള ഒരു അമ്പലമല്ല. അന്നത്തെ അമ്പലത്തെ അന്ന് ആസ്പെറ്റോസോ ഷീറ്റോ ഒന്നും അവിടെ ഇല്ല, ഓടില്ല. അവിടെ ശബരിമലയിലെ പഴയ രീതിയിലുള്ളൊരു അമ്പലം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ പോയി പുണ്യദർശനം അമ്മ മഹാറാണിയും ശ്രീ തിരുനാൾ മഹാരാജാവും അനിയൻ ഉത്രാടം തിരുനാളും സർ CP ഒക്കെ നടത്തി. അവർ അയ്യപ്പ ദർശനം നടത്തിയ ശേഷം അവർ മടങ്ങിയതായിട്ടാണ് അന്നത്തെ കാലത്തെ റെക്കോർഡുകൾ കാണിക്കുന്നത്. അന്ന് കേരളത്തിൽ രാജഭരണമാണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണമാണ്. കേരളം സ്വതന്ത്രമായിട്ടില്ല. ഇപ്പൊ തിരുവിതാംകൂറിലെ രാജാവും അമ്മ മഹാറാണിയും അദ്ദേഹത്തിന്റെ അനുജനും അന്നത്തെ ദിവാൻ സർ CPയുമായി ശബരിമല ദർശനം നടത്തുന്ന കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അത് എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം കുറെ വിശദീകരിച്ച് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. 1939 രാജാവും പരിവാരങ്ങളുമായിട്ട് പോയെന്നും വഴിയില് വഴിത്താവളങ്ങൾ ഉണ്ടാക്കിയെന്നും തറ വൃത്തിയാക്കിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ. അതൊക്കെ സാധാരണഗതിയിൽ രാജാവ് പോകുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ പറഞ്ഞു വരുന്നത് അന്ന് അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ അന്നത്തെ മഹാരാജാവിന്റെ സഹോദരൻ ആ ശബരിമല അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ ഒരു പടം എടുത്തു സൂക്ഷിച്ചു വന്നു. അദ്ദേഹത്തിന്റെ അമ്മ മഹാറാണി അത് വീട്ടിൽ വെച്ച് പൂജിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. അവിടുന്ന് നേരെ ചാടി വരുന്നത് 1950 അതിനുശേഷം 1950 ശബരിമല തീ കത്തി. അപ്പോൾ ശബരിമലയിലെ അന്നത്തെ പ്രതിഷ്ഠയുടെ ഫോട്ടോ ഉത്രാടം തിരുനാൾ മഹാരാജു, അദ്ദേഹം അറിയാമല്ലോ, കേരളത്തിലെ പലർക്കും അറിയാം. അദ്ദേഹം ഒരു ഫോട്ടോ എടുക്കാൻ വലിയ കമ്പമുള്ള ആളായിരുന്നു. അവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള പല ക്രിസ്ത്യൻ കുടുംബക്കാരും അവിടെ ശബരിമലയിൽ ദർശനത്തിന് പോയിട്ട് അവർ വെടിക്ക് പോകുന്നവരാണ്. എല്ലാവരും തോക്ക് കയ്യിലുണ്ടാവും. അവർ 10-15 പേര് ഒന്നിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നടന്ന് ശബരിമലയിൽ പോയി. ഇവർ വെടിക്ക് വരുന്നത് ക്ഷേത്രത്തിലെ പൂജാരിമാർ രണ്ടുപേരും തനിച്ച് കാട്ടി കിടക്കുന്നവരാണ്. അവർക്ക് വലിയ ധൈര്യം നൽകുന്ന ദിവസം 50 എനിക്ക് തോന്നുന്ന നവംബർ മാസത്തിലാണെന്ന് തോന്നുന്നു നട തുറക്കാനായിട്ട് പരിവാരങ്ങള് അയ്യപ്പന്റെ പൂജാരികൾ ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് ശബരിമല ക്ഷേത്രം തീവച്ച രീതിയിലാണ്. ഇദ്ദേഹം ഈ 39 നിന്ന് നേരെ എങ്ങനെ 50 എടുത്ത് ചാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
50 സ്വതന്ത്ര കേരളം രൂപം കൊണ്ട സമയമാണ്. അതില് തിരുക്കൊച്ചി രൂപം കൊണ്ട ഒരു സമയമാണ്. കേരളം രൂപം കൊണ്ടത് 56-ലാണ്. അന്ന് ഈ സംഭവത്തെ പറ്റി സർക്കാർ അന്വേഷിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നറേറ്റീവ്സ് ഒക്കെ വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള ചില ക്രിസ്ത്യാനികള് അവിടെ വെടിക്കു പോകും. വേട്ട എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് നാക്കിന് വഴങ്ങാത്താണെന്ന് തോന്നുന്നു. വെടിക്കു പോകും. അത് വെടിവെച്ച് കേൾക്കുന്നവർ തോന്നും വെടിവെച്ച് പരിശീലിക്കാൻ പോവുകയാണ്. അത് അവര് വേട്ടയ്ക്കാ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അവരവിടെയുള്ള പാറക്കൂട്ടത്തില് താമസിക്കും. എന്തായാലും തറയിലായിരിക്കില്ല കിടക്കുന്ന, ടെന്റ് കെട്ടിയായിരിക്കും താമസിക്കുന്നത്. അതും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സെലക്റ്റീവ് അംനേഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരാള് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഈ പോലീസുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഒരു പതർച്ച ഉണ്ടാവും, ഒരു ഉത്തരം പറയുമ്പോഴത്തേക്ക് ഒരു പതർച്ച ഉണ്ടാവില്ല. ആ പതർച്ചയിൽ പിടിച്ചിട്ടാണ് ആ കുറ്റകൃത്യത്തിലേക്ക് എപ്പോഴും പോകുന്നതെന്ന് ശ്രീ ജോർജ് ജോസഫ് സാറിനെ പോലുള്ള ഒരാൾക്ക് എപ്പോഴും നല്ലോണം അറിയാം. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പതർച്ച കാണാം, വെടിക്കാണ് പോകുന്നത്. അവരവിടെ പോയി താമസിക്കാറുണ്ട്. അവരവിടെ നിൽക്കുമ്പോഴത്തേക്ക് ശബരിമലയിലുള്ള അയ്യപ്പന്റെ ആൾക്കാർക്കൊക്കെ ഒരു സെക്യൂരിറ്റി തോന്നാറുണ്ട്. പറയണ കേട്ടാ തോന്നുന്നു അയ്യപ്പന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇവര് തോക്കും കൊണ്ട് അവിടെ ചെന്ന് കിടന്നു എന്നായിരിക്കും പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എനിക്കത് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഈ ശബരിമലയിലെ വിഗ്രഹം ശബരിമല കത്തി എന്നേ പറയുന്നു. അവിടെ ഈ ചില സെലക്റ്റീവ് അംനേഷ്യ ഉണ്ട്. ചില പ്രധാന കാരണങ്ങൾ, ചില പ്രധാന പോയിന്റുകൾ വിട്ടുപോകുന്ന ഒരു അസുഖം. അവിടെ ശബരിമലയ്ക്ക് തീയിട്ടത് തിടപ്പള്ളിക്കാണ് തീയിട്ടത്, അമ്പലത്തിനല്ല തീയിട്ടത്. അത് ശ്രദ്ധിക്കണം. തിടപ്പള്ളിക്ക് തീയിട്ടു. പക്ഷെ ആ കാലഘട്ടത്തിൽ മറവന്മാർ തമിഴ്നാട്ടിൽ നിന്ന് പലരും വരും. അയ്യപ്പൻ അവിടെ 1 മാസത്തെ 2 മാസത്തിനുള്ള അരിയൊക്കെ, അന്നത്തെ അരിക്ഷാമമുള്ള സമയമാണ്. അവിടെ ഇവർ അരി അവിടെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. ശർക്കര ഉണ്ടാവും. ഇത് കൊള്ളയടിച്ചിട്ട് ഈ മറവന്മാർ അത് കൊണ്ടുപോയിട്ട് തീ ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അതാണ് ഉടൻ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു തമാശ. എനിക്കത് തമാശയായിട്ടാ തോന്നുന്നത്. അന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് മറവന്മാര് വരുമായിരുന്നു. ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ടായിരുന്നു. ശബരിമലയിൽ അന്ന് ഒരുപാട് അരിയും ശർക്കരയും ഒക്കെ ശേഖരിച്ച് വെച്ചേക്കും. അതുകൊണ്ട് അരിയും ശർക്കരയും മോഷ്ടിക്കാനാണ് അവർ വന്നത്. വന്നിട്ട് അവർ അരിയും ശർക്കരയും മോഷ്ടിച്ച് പിന്നെ തീയിടേണ്ട കാര്യം എന്താ? മോഷ്ടിക്കാൻ വന്നയാൾ തീയിട്ടിട്ട് പോകേണ്ട കാര്യം എന്താ? തെളിവ് നശിപ്പിക്കാനാണോ? അല്ല. ഇപ്പം അരിയും ശർക്കരയും മോഷ്ടിക്കാൻ വന്നവര് തെളിവ് നശിപ്പിക്കാനായിരിക്കണം. തീയിട്ടിട്ട് അങ്ങ് പോയി. ഇത്രയും കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ നറേറ്റീവ് ഒക്കെ കഴിഞ്ഞു. എന്റെ പൊന്നു സാറേ, ഇത് ആരെടുത്താ നിങ്ങൾ ഈ പറയുന്നത്? കേരളത്തിലെ ഹിന്ദുക്കള് എന്ന് പറയുന്നത് ചെങ്കിസ് ഖാന്റെയോ അല്ലെങ്കിൽ പിന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒന്നും പിൻഗാമികളല്ല. കേരളത്തിലെ ഹിന്ദുക്കള് സമാധാനപരമായിട്ട് ജീവിക്കുന്നതാണ്. അതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും നാളെ പോയി ആരും വെട്ടാനൊന്നും പോണില്ല. കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന സമയമാണ്. സാറിന് അത് അറിഞ്ഞുകൂടെങ്കിൽ സാറിന് നല്ലവണ്ണം അറിയാം. ഇന്ത്യ മുഴുവൻ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ കത്തിയപ്പോഴും കേരളത്തിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പം അത്ര മതേതര രീതിയിൽ ജീവിക്കുന്ന, സഹിഷ്ണുതയോടെ ജീവിക്കുന്ന വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത്. ഇവരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു കുത്തിത്തിരിപ്പുമായിട്ടാണോ സാർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഇതിൽ ഒരിക്കലും ഹിന്ദുക്കള് ശബരിമലയിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് മുസ്ലിങ്ങള് വാവരെയും അവിടെ വെച്ച് ആരാധിക്കുന്നത്. അപ്പോ ഒരു ഹിന്ദു മുസ്ലിം ആരാധനാ സംഗമ സ്ഥലമായിട്ട് തന്നെയാണ് അത് ഇത്രയും കാലവും അറിയപ്പെട്ടിരുന്നത്. സാറിന്റെ വീഡിയോ വരുന്നവർ അവർ വന്ന് കൊള്ളയടിച്ചിട്ട് തീയിട്ടിട്ട് പോയി എന്നാണ്. മറ്റൊരു സാധാരണക്കാരനോ അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു പാവപ്പെട്ട യൂട്യൂബർ പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാം. പക്ഷെ താങ്കളെ പോലെയുള്ള കുറ്റാന്വേഷണത്തിൽ ഇത്രയും വിദഗ്ധനായ ഒരാൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അയ്യപ്പന്റെ തലയും വെട്ടി കൈയും വെട്ടി. ഈ ശർക്കരയും അരിയും മോഷ്ടിക്കാൻ വരുന്നവർ എന്താ കൈയും തലയും വെട്ടുന്നത്? എനിക്കത് മനസ്സിലായില്ല. ആ കാര്യം താങ്കൾ വളരെ ബോധപൂർവം മറന്നുപോയി. ആ വിഗ്രഹത്തെ വികൃതമാക്കിയിട്ടാണ് പോയത്. അത് ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദു ആണെന്നോ മുസ്ലിം ആണെന്നോ നമുക്കാർക്കും അറിയത്തില്ല. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് റിട്ടയർഡ് DIG ശ്രീ കേശവ മേനോനെ ഗവൺമെന്റ്, അദ്ദേഹം വന്ന IG റിട്ടയർഡ് DIG അല്ല, അദ്ദേഹം വന്ന DIG ആയിരുന്നു. DIG കേശവ മേനോനെ ഗവൺമെന്റ് നിർദ്ദേശിക്കുകയും
അദ്ദേഹം അന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഞാൻ അതിനകത്തോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ ഗവൺമെന്റ് കൊടുത്തു കാണും, ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത് കാണില്ല. അതിനുശേഷം വന്ന ഗവൺമെന്റുകൾ വിഗ്രഹാരാധനയിൽ താല്പര്യമില്ലാത്ത ഗവൺമെന്റ് ആയിരുന്നിരിക്കാം. ഇതൊക്കെ മറ്റു ചില കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം പറയുമ്പോഴത്തേക്ക് വിഗ്രഹത്തെ വികൃതമാക്കിയത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. മാത്രമല്ല, പല പ്രാവശ്യവും ഈ വീഡിയോയ്ക്കിടയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളെ പറ്റിയിട്ടും അവരുടെ നന്മയെ പറ്റിയിട്ടും പ്രശംസിക്കാൻ അദ്ദേഹം ഒട്ടും മറക്കുന്നുമില്ല. ഇത് പറഞ്ഞു വരുന്നത് കരിമ്പനാൽ കുടുംബക്കാരെ വെള്ളപൂശാനാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കുറ്റാന്വേഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അറിയാം കരിമ്പനാൽ കുടുംബത്തില് ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിച്ചു എന്ന് ഉള്ളത്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം. അത് അയ്യപ്പന്റെ ശാപം കൊണ്ടാണെന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരും കുറെ ഉണ്ട്. അവരുടെ ആരുടെയും വിശ്വാസത്തെ സിമന്റിട്ട് ഉറപ്പിക്കാനും ഞാൻ പോകുന്നില്ല, അതിനെ തള്ളാനും ഞാൻ പോകുന്നില്ല. ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, ആ വിശ്വാസങ്ങൾക്ക് യുക്തിയില്ല. അപ്പോൾ ശബരിമലയിലെ വിഗ്രഹം നശിപ്പിക്കപ്പെട്ടു എന്നും തിടപ്പള്ളിക്ക് തീയിട്ടു എന്നുള്ളത് മാത്രമാണ് വസ്തുത. അത് ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിം ആണോ എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആർക്കും ആരെയും വെള്ളം പൂശേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കാൻ ചെയ്യാൻ നമുക്കറിയത്തില്ല. ഈ വിരോധമുള്ള വേറൊരു കഥ വരുന്നുണ്ടായിരുന്നു. ഏതോ ഒരു കോടാലി വെച്ചുകൊണ്ട് ഒരു സ്വാമി അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. വേറൊരാളുടെ തള്ളു കേട്ടാണ്. ഒരു സ്വാമി താമസിക്കുന്നുണ്ടായിരുന്നു. ആ സ്വാമിയുടെ കയ്യിൽ എപ്പോഴും ഒരു കോടാലി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിയുടെ എന്തോ ഒരു പ്രാർത്ഥന അയ്യപ്പൻ കേൾക്കാത്തത് കൊണ്ട് ആ ദേഷ്യം കൊണ്ട് സ്വാമിയാണ്, ആ സന്യാസിയാണ് അയ്യപ്പന്റെ വിഗ്രഹത്തിന് അംഗഭംഗം വരുത്തിയത് എന്നൊരു കഥയും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒന്നും വസ്തുത അറിയാനല്ല നമുക്കിപ്പോ താല്പര്യം. ഇതില് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റോറികളും വെള്ളപൂശലും ബക്കറ്റുമായിട്ട് ആരും ഇറങ്ങരുതേ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ശബരിമലയിൽ തീ വെച്ചത് 1950 നടന്ന കാര്യമാണ്. 75 വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ മുറിവുകൾ ഹിന്ദു സമുദായം ഉണക്കിയിട്ടുണ്ട്. അത് ചെയ്തവരോട് ക്ഷമിച്ചിട്ടുണ്ട്. അത് പുതുതായിട്ടൊരു വിവാദത്തിൽ കൊണ്ടുവന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഇപ്പൊ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണപ്പാളി കടത്തും ആ അമ്പലം കൊള്ളയും തീവട്ടി കൊള്ളയും ഒക്കെ ആൾക്കാർക്ക് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും മറ്റൊരു സമുദായത്തെ ഇതിനകത്ത് മനഃപൂർവ്വം ഇൻവോൾവ് ചെയ്യിക്കാനും ക്രൈസ്തവ സമുദായത്തെ വെള്ളപൂശാനും വേണ്ടിയുള്ള ഇദ്ദേഹത്തിന്റെ ശ്രമം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അതിനോട് ശക്തിയായി പ്രതികരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. നന്ദി, നമസ്കാരം.